സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവ്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് വനവാസി യുവതിയുടെ നവജാത ശിശു മരിച്ചു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദർ കൃത്യസമയത്ത് ശസ്ത്രക്രിയ നടത്താത്തതാണ് കുട്ടി മരിക്കാൻ കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. പ്രതിഷേധവുമായി BJPയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. വിവരങ്ങളുമായി നെടുമങ്ങാട് ആശുപത്രിയിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, അല്പം മുമ്പും പ്രതിഷേധം അലയടിക്കുന്നുണ്ടായിരുന്നു. യുവരാജ് ഗോകുലിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. സസ്പെൻഷൻ ഡോക്ടർക്ക് നൽകണം, ഡോക്ടറെ ഇനി ആശുപത്രിയിലേക്ക് കയറ്റരുത് എന്ന് ശക്തിയുക്തം എല്ലാവരും പറയുന്നുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. BJP പ്രവർത്തകരടക്കം നിൽക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇവിടേക്ക് നിൽക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം. ഇപ്പോൾ DMO സ്ഥലത്തെത്തിയിരിക്കുന്നു. ഏറെ വൈകിയാണ് DMO എത്തിയത്. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറും ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പ്രതിനിധികളുമായിട്ടെല്ലാം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും തീരുമാനം എന്തെങ്കിലും ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം, ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ബിന്ദു സുന്ദർ എന്ന ഡോക്ടറുടെ ഭാഗത്തുള്ള അനാസ്ഥയാണ് നവജാത ശിശു മരിക്കാൻ കാരണമെന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. കാരണം കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തിയില്ല. ശസ്ത്രക്രിയ നടത്താത്തതാണ് കുട്ടി മരിക്കുവാനുള്ളൊരു കാരണമുണ്ടായത്. മാത്രമല്ല, ബന്ധുക്കളോടക്കം കമ്മ്യൂണിക്കേഷൻ നടന്നില്ല എന്നും പറയുന്നു. കാരണം രോഗസ്ഥിതി, അതായത് ഈ യുവതിയുടെ ശാരീരികാവസ്ഥകളും മറ്റു കാര്യങ്ങളും ഒന്നും ഇവർ ബന്ധുക്കളോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ SITക്കോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രിക്കോ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിലെല്ലാം വീഴ്ചകൾ വരുത്തി. മാത്രമല്ല, ബിന്ദു സുന്ദറിനെ പറ്റി പറയുകയാണെങ്കിൽ നിരന്തരം ഇത്തരം വീഴ്ചകൾ അവരുടെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി പേർ നമ്മളിവിടെ വരുമ്പോഴും ഇത്തരത്തിൽ പരാതി പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നടപടി വേണം എന്ന ആവശ്യം തന്നെയാണ് ഇത്തരത്തിൽ എല്ലാവരും പറയുന്നത്. ബന്ധുക്കളടക്കം ഇത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. കാരണം ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ബന്ധുക്കളടക്കം ആക്ഷേപവും പരാതിയുമായി പറയുന്നത്. എന്തായാലും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ എത്തി നിൽക്കുന്നു. വലിയ സമരം, വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആ രീതിയിൽ തന്നെയാണ് പ്രതിഷേധം നടക്കുന്നത്. അടിയന്തര ഇടപെടൽ വേണം, അടിയന്തരമായിട്ട് നടപടി വേണമെന്നതടക്കമുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു ഡോക്ടറെ, ബിന്ദു സുന്ദറിനെ പോലെയുള്ള ഇത്തരത്തിലുള്ള ഡോക്ടറെ ഈ ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത് വലിയ രീതിയിലുള്ള ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും, അവസ്ഥകൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇന്ന് രാവിലെയാണ് ഇത്തരം സംസ്ഥാന ആരോഗ്യ രംഗത്ത് സിസ്റ്റം ഇല്ല എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇത് മാറുകയാണ്. വനവാസിയുടെ പ്രസവ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവ് കാരണം കുഞ്ഞ് മരിച്ചതിൽ പ്രതിഷേധം വ്യാപകമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം.